രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും നിലപാട് മാറ്റാതെ ശശി തരൂർ എല്ലാ ഘട്ടത്തിലും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം ശരിയാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് പരോക്ഷ മറുപടി നൽകുന്നു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യമില്ല എന്നും ശശി തരൂർ പറഞ്ഞു. തരൂരിന് പിന്തുണയുമായി സാദിഖ് അലി തങ്ങളും രംഗത്ത് വന്നു. मैं अकेला ही चला था जानिबे मंजिल मगर लोग साथ आते गए और कारवान बनता गया. ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത് എന്റെ പാതയിൽ. പക്ഷെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. ഒരു കാരവാൻ ഉണ്ടായി. ബോളിവുഡ് നടി ഷബാന ആസ്മിയെ ആദരിക്കുന്ന വേദിയിലാണ് ശശി തരൂർ ഉറുദു കവി കൈഫി ആസ്മിയുടെ വരികൾ ഉദ്ധരിച്ചത്. വരികളിലൂടെ പ്രത്യക്ഷത്തിൽ ഷബാന ആസ്മിയെ ആദരിക്കുന്ന തരൂർ പരോക്ഷമായി കോൺഗ്രസ് നേതൃത്വത്തിനുള്ള മറുപടിയും നൽകി. ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത് എന്റെ പാതയിൽ. പക്ഷെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്കും പലതരത്തിലുള്ള അനുനയ നീക്കങ്ങൾക്കും ശേഷം പോഡ്കാസ്റ്റിലെ നിലപാടിൽ നിന്ന് തരൂറിന് പിന്മാറ്റമില്ല. 15 ദിവസം കൊണ്ട് നിലപാടിൽ എന്തു മാറ്റമുണ്ടാകുമെന്ന ചോദ്യമാണ് ഉയർത്തിയത്. അതേസമയം സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റ നീക്കങ്ങൾ അനാവശ്യമാണെന്നും തരൂർ പ്രതികരിച്ചു. എനിക്ക് KPCC പ്രസിഡന്റ് മാറ്റത്തിനെ കുറിച്ച് ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ഞങ്ങളുടെ ഈ കുറച്ച് കാലങ്ങളായിട്ട് വന്ന നല്ല വിജയങ്ങളിൽ അയാൾക്ക് വലിയൊരു മുൻകൈയുണ്ട്. പാർട്ടി നന്നായി ചെയ്തു, ബൈ ഇലക്ഷൻ ജയിച്ചു എന്ന് പറയുന്നു. അതിനൊപ്പം KPCC പ്രസിഡന്റ് മാറ്റെന്ന് പറയുന്നു. അത് അർത്ഥമില്ലാത്ത ഒരു ഇല്ലോജിക്കൽ. വിവാദങ്ങൾക്കിടയിൽ തരൂരിന് പിന്തുണയുമായി സാദിഖ് അലി തങ്ങളും രംഗത്തെത്തി. UDF നല്ലൊരു ക്യാമ്പയിനറായിട്ട് തന്നെ തരൂരിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ക്രൗഡ് പുള്ളറായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സംഭാവനകൾ UDF നല്ല ഗുണം ചെയ്യും. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ മയപ്പെട്ടു എന്ന് കരുതിയ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള മറുപടിയാണ് ഇന്ന് തരൂർ നൽകിയത്. നിലപാടുകളിൽ പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന തരൂരിന്റെ ഇനിയുള്ള നീക്കം എന്താകുമെന്നാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.